തമിഴകത്തിന്റെ രജനീകാന്ത് നായകനായി വരാനിരിക്കുന്ന ചിത്രമാണ് കൂലി. ചിത്രത്തിന്റെ ഹിന്ദിയിലെ തിയേറ്റർ വിതരണ അവകാശം ടെൻ സ്റ്റുഡിയോസ് നേടി. കൂലിയുടെ പോസ്റ്റർ പ്രൊഡക്ഷൻ ജോലികളുടെ തിരക്കിലാണ് അണിയറ പ്രവർത്തകർ. ഓർത്തുവെച്ചോളൂ, കളക്ഷൻ റെക്കോർഡുകൾ തലേവർ ഇത്തവണ തകർത്തെറിയും. കോളിവുഡിലെ അടുത്ത സെൻസേഷനാകാൻ കെൽപ്പുള്ള ചിത്രമാണ് വരാനിരിക്കുന്നത്. തെന്നിന്ത്യൻ സിനിമാ പ്രേമികൾ ഒരുപോലെ പ്രതീക്ഷ കാത്തുസൂക്ഷിക്കുന്ന ചിത്രമാണ് കൂലി. ലോകേഷ് കനകരാജ് സംവിധാനം നിർവഹിച്ച രജനീകാന്ത് നായകനായി വരാനിരിക്കുന്ന ചിത്രം ഓഗസ്റ്റ് 14-നാണ് തിയേറ്ററുകളിൽ എത്തുന്നത്. സൂപ്പർ സ്റ്റാർ രജനീകാന്തും മാസ് മസാല ചിത്രങ്ങൾക്ക് പുത്തൻ ചേരുവകളുമായി എത്തുന്ന ലോകേഷ് കനകരാജും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത്. വൻ താരനിര തന്നെ അണിനിരക്കുന്ന ചിത്രത്തിൽ ആമിർ ഖാനും അതിഥി വേഷത്തിൽ എത്തുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. കോളിവുഡിലെ അടുത്ത സെൻസേഷനാകാൻ കെൽപ്പുള്ള ചിത്രമാണ് കൂലിയെന്ന സിനിമാ അനലിസ്റ്റുകളും പറയുന്നുണ്ട്. കൂലിക്ക് കേരളത്തിലും ആരാധകർ ഏറെയാണ്. ഇപ്പോഴിതാ കേരളത്തിൽ സിനിമാ വിതരണത്തിന് എത്തിക്കാൻ ഒരുങ്ങുന്നത് ഹസൻ മീനു അസോസിയേറ്റ്സ് ആണ്. കേരളത്തിലും ചിത്രം ഓഗസ്റ്റ് 14-നാണ് എത്തുന്നത്. ഹിന്ദിയിലും കൂലി തകർക്കുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. കാരണം ചിത്രത്തിന്റെ വമ്പൻ അപ്ഡേറ്റ് പുറത്തു വന്നതിലൂടെ തന്നെ ഹിന്ദിയിലും തരംഗമായിരിക്കുകയാണ് കൂലി. കൂലിയുടെ ഹിന്ദി തിയേറ്റർ വിതരണാവകാശം പെൻ സ്റ്റുഡിയോസ് ആണ് നേടിയിരിക്കുന്നത്. നിർമ്മാതാക്കൾ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. RRR, പൊന്നിയിൻ സെൽവം, വിക്രം തുടങ്ങിയ സിനിമകൾ ഹിന്ദിയിലെത്തിച്ച വിതരണക്കാരാണ് പെൻ സ്റ്റുഡിയോസ്. മാത്രമല്ല, ഇപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത് ചിത്രത്തിന്റെ ട്രെയിലറിന് വേണ്ടിയാണ്. ഓഗസ്റ്റ് 2-നാണ് ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തുവിടുമെന്ന് ലോകേഷ് കനകരാജ് പറഞ്ഞിരിക്കുന്നത്. ലോകേഷ് ട്രെയിലർ അപ്ഡേറ്റ് പങ്കുവച്ച വീഡിയോ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു. കൂലിക്ക് ടീസറോ ട്രെയിലറോ ഉണ്ടാകില്ലെന്നായിരുന്നു നേരത്തെ വന്ന റിപ്പോർട്ടുകൾ. എന്തായാലും പുതിയ റിപ്പോർട്ടുകൾ വന്നതോടെ ആരാധകരും ആവേശത്തിലാണ്. നേരത്തെ പുറത്തുവിട്ട സിനിമയിലെ 2 പാട്ടുകളും സോഷ്യൽ മീഡിയയിൽ തരംഗമായിരുന്നു. അതേസമയം തിയേറ്റർ കളക്ഷൻ പോലെ തന്നെ ഇന്നൊരു സിനിമയ്ക്ക് OTT റൈറ്റ്സും പ്രധാനമാണ്. തമിഴിലെ സൂപ്പർ താരങ്ങളുടെ പല വമ്പൻ സിനിമകളും കോടിക്കണക്കിന് രൂപയാണ് OTT ഡീലുകൾ വഴി സ്വന്തമാക്കുന്നത്. അത്തരത്തിൽ തമിഴിലെ ഏറ്റവും വലിയ OTT റൈറ്റ്സ് കൂലി സ്വന്തമാക്കിയെന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. തമിഴിലെ റെക്കോർഡ് തുകയായ 125 കോടി രൂപയ്ക്കാണ് കൂലിയുടെ സ്ട്രീമിംഗ് റൈറ്റ്സ് വിറ്റുപോയിരിക്കുന്നത്. ആമസോൺ പ്രൈം വീഡിയോ ആണ് കൂലിയുടെ OTT ഡീൽ സ്വന്തമാക്കിയിരിക്കുന്നത്. കൂലിക്ക് വമ്പൻ ഓഫറുകൾ വിദേശത്തെ തിയേറ്റർ വിതരണ കമ്പനികളിൽ നിന്നടക്കം ലഭിച്ചതും ഏറെ ചർച്ചയായിരുന്നു. ചിത്രത്തിന് 80 കോടിയാണ് വിദേശത്തെ തിയേറ്റർ റൈറ്റ്സ് ഇനത്തിൽ ലഭിച്ചിരിക്കുന്നത്. ഒരു രജനീകാന്ത് സിനിമയ്ക്ക് വിദേശത്തു നിന്ന് ലഭിക്കുന്ന ഏറ്റവും വലിയ തുകയാണിത്. നിലവിൽ കൂലിയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികളുടെ തിരക്കിലാണ് ലോകേഷ് കനകരാജും അണിയറ പ്രവർത്തകരും. ചിത്രത്തിന്റേതായി നേരത്തെ പുറത്തിറങ്ങിയ പ്രൊമോ ടീസർ ഇരു കൈകളും നീട്ടിയാണ് ആരാധകർ സ്വീകരിച്ചത്. ചിത്രത്തിൽ കാമിയോ റോളിലാണ് ആമിർ ഖാൻ എത്തുന്നത്. 15 മിനിറ്റോളം സ്ക്രീൻ ടൈമാണ് ചിത്രത്തിൽ ആമിർ ഖാൻ ഉള്ളത്. ആമിർ ഖാൻ രജനീകാന്തിനൊപ്പം സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ടെന്ന് ആക്ഷൻ സീനുകൾ ഉൾപ്പെടെയുള്ള രംഗങ്ങൾ ചിത്രത്തിലുണ്ടാകുമെന്നും റിപ്പോർട്ടുകളുണ്ട്. 10 ദിവസമാണ് കൂലിക്കായി ആമിർ ഖാൻ ഷൂട്ട് ചെയ്തത്. ആമിർ ഖാന്റെ രംഗങ്ങൾ തിയേറ്ററിൽ വലിയ ആവേശമുണ്ടാക്കുമെന്ന് തന്നെയാണ് ഇപ്പോഴുള്ള പ്രതീക്ഷ. എന്തായാലും തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, മലയാളം എന്നീ ഭാഷകളിൽ രജനീകാന്ത് ചിത്രം തിയേറ്ററുകളിലെത്തുമ്പോൾ അത് വലിയൊരു കോളിളക്കം തന്നെ ബോക്സ് ഓഫീസിൽ സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.